പർവ്വതനിരകളാൽ മനോഹരമായ ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലെ ഭുണ്ടാറിനടുത്താണ് മണിക്കരൻ എന്ന ഈ മനോഹര പ്രദേശം. ഹിമാലയൻ സാനുക്കളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പാർവതി നദിയോട് ചേർന്ന പാർവതി താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുളുവിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയാണ് ഇത്. ഭുണ്ടാറിൽ നിന്ന് 35 കിലോമീറ്ററിനടുത്തും കസോളിൽ നിന്ന് വെറും 4 കിലോമീറ്ററിനപ്പുറത്തുമാണ് മണിക്കരൻ സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയ പർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന പാർവതി നദിയിലൂടെ ഒഴുകുന്ന ഏറെ തണുത്ത വെള്ളത്തിലേക്ക് ചൂടു നീരുറവയിലെ തിളയ്ക്കുന്ന വെള്ളം ലയിച്ചു ചേരുന്ന കാഴ്ചയും മറ്റൊരിടത്ത് നമുക്ക് കാണാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. തിളച്ചുമറിയുന്ന ഈ ഹോട്ട് വാട്ടർ സ്പ്രിങ്ങിൽ നിന്നും ഉയരുന്ന നീരാവി ഈ തണുത്ത അന്തരീക്ഷത്തിൽ ഒരു മേഘപടലം പോലെ സദാസമയവും നമുക്ക് കാണാൻ കഴിയും. സമുദ്രനിരപ്പിൽ നിന്നും 5700 പരം അടി ഉയരത്തിൽ എങ്ങനെ ഇത്രയും ശക്തമായ തിളച്ചുമറിയുന്ന ഒരു ചൂടു നീരുറവ ഉണ്ടായി എന്നത് ശാസ്ത്രലോകത്തിന് ഇന്നും ഒരു കൗതുകം തന്നെയാണ്. ഈ ചൂടു നീരുറവയിലെ ജലം പാർവതി നദിയിൽ ലയിക്കുന്നത് ഒരു മനോഹരമായ അനുഭവം തന്നെ നമുക്ക് സാധ്യമാക്കുന്നുണ്ട്. സിഖ് മതവിശ്വാസികളുടെ ഗുരുദ്വാരയും ഒപ്പം ഹിന്ദു മതവിശ്വാസികളുടെ മഹാദേവ ക്ഷേത്രവും ഇവിടെ ഒരിടത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നത് ഏറെ സന്തോഷമുളവാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ശിവഭഗവാന്റെ പ്രതിമയ്ക്ക് താഴെയുള്ള ചൂടു നീരുറവ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ആ ഉറവയിലാണ് സിഖ് മതവിശ്വാസികൾ തങ്ങളുടെ ലങ്കാരയിലെ ഭക്ഷണമുണ്ടാക്കി എടുക്കുന്നത് എന്നത് കൗതുകമുണർത്തുന്നത് തന്നെയാണ്. ഒരുപക്ഷെ മറ്റൊരിടത്തും സങ്കല്പിക്കാൻ കഴിയാത്തതുമാണ് എന്ന് പറയേണ്ടി വരും. ഒരേ ഇടത്തു തന്നെ ഹൈന്ദവ ക്ഷേത്രവും സിഖ് മതവിശ്വാസികളുടെ ഗുരുദ്വാരയും സഹവർത്തിത്തോടെ കഴിയുന്ന കാഴ്ചയും ഒരു ആശ്വാസം തന്നെയാണ് ഇക്കാലത്ത്. ഹിന്ദു സിഖ് തീർത്ഥകേന്ദ്രമായി അറിയപ്പെടുന്ന മണിക്കരൻ സമുദ്രനിരപ്പിൽ നിന്നും 1670 മീറ്റർ, അതായത് 5774 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹോട്ട് വാട്ടർ സ്പ്രിങ്സിനെ, അതായത് ചൂട് നീരുറവകൾക്ക് പേരുകേട്ട മണിക്കരനെ ഹിന്ദു സിഖ് മതങ്ങളിൽ ഒരു തീർത്ഥകേന്ദ്രത്തിൻ്റേതായ പ്രാധാന്യം തന്നെയുണ്ട്. ശിവഭഗവാനും പാർവതി ദേവിയും ഈ താഴ്വരയിൽ 1100 വർഷങ്ങൾ ചെലവിട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. താഴ്വരയിലൂടെ ഇരുവരും നടക്കുമ്പോൾ പാർവതീദേവിയുടെ കർണാഭരണത്തിലെ വിലയേറിയ ഒരു കല്ല് കളഞ്ഞു പോയതായും അത് തിരിച്ചു കിട്ടുന്നതിൻ്റെ ഭാഗമായി ചൂടു നീരുറവ ഉണ്ടായതായും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന് മണിക്കരൻ എന്ന പേര് ലഭിച്ചത് എന്ന് ഹിന്ദു മതവിശ്വാസികൾ വിശ്വസിക്കുന്നു. ഹിന്ദു മതവിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ സിഖ് മതവിശ്വാസികളും മണിക്കരൻ തങ്ങളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി തന്നെ കാണുന്നുണ്ട്. സിഖ് മത സ്ഥാപകൻ ഗുരുനാനാക്ക് അനുയായിയായ മർദാനയോടൊപ്പം ഇവിടെ എത്തിയതായി പറയപ്പെടുന്നു. മർദാനയെ ഭക്ഷണമെടുക്കുന്നതിനായി പറഞ്ഞയച്ചപ്പോൾ നിരവധി പേർ മാവ് കൊടുത്തെങ്കിലും പാചകം ചെയ്യാൻ തീ ഉണ്ടായിരുന്നില്ല. ഗുരുനാനാക്ക് മർദാനയോട് അവിടെ കണ്ട ഒരു കല്ലെടുത്തു മാറ്റാൻ ആവശ്യപ്പെടുകയും ആ സ്ഥലത്ത് ഒരു ചൂട് നീരുറവ പുറപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഗുരു പറഞ്ഞതുപോലെ മർദാന പരത്തിയ ചപ്പാത്തി ചൂട് നീരുറവയിൽ നിക്ഷേപിച്ചു. അത് കാണാതായി എന്നും പ്രാർത്ഥിച്ചപ്പോൾ പാകം ചെയ്യപ്പെട്ട ചപ്പാത്തിയായി അത് തിരികെ വന്നുവെന്നും സിഖ് മതവിശ്വാസികൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മണിക്കരനിലെ ഗുരുദ്വാര
സിഖ് മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിട്ടുണ്ട്. പഞ്ചാബിൽ നിന്നും നിരവധിയായ സിഖ് മതവിശ്വാസികൾ ഇവിടെ തമ്പടിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന സമൂഹ അടുക്കള അഥവാ ലങ്കാർ എന്നറിയപ്പെടുന്ന പാചകശാലയിൽ സൗജന്യ സേവനം ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയും. മണിക്കരനിലെ ഗുരുദ്വാരയോട് ചേർന്നുള്ള ചൂട് നീരുറവയിൽ പ്രത്യേകം ചെമ്പുകലങ്ങളിലായി നിക്ഷേപിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ആ നീരുറവയിലെ ചൂട് ഉപയോഗിച്ച് തന്നെ പാചകം ചെയ്തെടുക്കുന്നു. തീയോ മറ്റിന്ധനങ്ങളോ ഉപയോഗിക്കാതെ ആയിരങ്ങൾക്ക് ദിവസവും ഭക്ഷണം പാകം ചെയ്തു നൽകുന്ന ലോകത്തെ ഒരേ ഒരിടമാകാം ഒരുപക്ഷെ ഈ മണിക്കരൻ. ചെറിയ തുണിസഞ്ചികളിൽ ലഭിക്കുന്ന അരി, പയർ, കടല തുടങ്ങിയവ ഈ ചൂട് നീരുറവയിൽ വേവിച്ചെടുക്കുന്ന നിരവധിയായ ഭക്തരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 20 രൂപയ്ക്ക് തൊട്ടടുത്ത കടയിൽ നിന്ന് ചെറിയ സഞ്ചിയും നൂലും അരിയും ലഭിക്കും. അതുപയോഗിച്ചുകൊണ്ട് നിരവധി പേരാണ് അവ പാകം ചെയ്യുന്നത്. നമ്മളും അരി വേവുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി അത് ചെയ്യുകയുണ്ടായി. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അരി ചോറായി മാറുന്നത് അത്ഭുതത്തോടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. മണിക്കരനിലെ ചൂട് നീരുറവകളിൽ കുളിക്കുന്നത് നിരവധിയായ രോഗങ്ങൾക്ക് ശമനമുണ്ടാക്കുമെന്ന് വിശ്വാസികൾ കരുതുന്നു. ത്വക്ക് രോഗങ്ങൾക്കും മറ്റു വാദസംബന്ധിയായ രോഗങ്ങൾക്കും ഇത് ഏറെ ഫലപ്രദമാണെന്ന് അനുഭവസ്ഥർ ഇവിടെ പറയുന്നുണ്ട്. ഈ ചൂട് നീരുറവകളിൽ യുറേനിയം, സൾഫർ, മറ്റ് റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുമെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നതാകാം ഒരുപക്ഷെ ഇതിന് കാരണം. വിശ്വാസികൾക്ക് കുളിക്കുന്നതിനായി ഒരു വലിയ പൂളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നിരവധി പേർ ഇവിടെ കുളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ചൂട് നീരുറവയിലെ ചൂടുകൊണ്ട് ഭക്ഷണം തയ്യാറാക്കുന്നത് ഇവിടെയല്ലാതെ ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇങ്ങനെ ഇന്ധനം ഉപയോഗിക്കാതെ 10,000ങ്ങൾക്ക് ദിവസവും ഭക്ഷണം പാകം ചെയ്ത് സൗജന്യമായി നൽകുന്ന മറ്റൊരിടം ലോകത്ത് ഇല്ല എന്നത് മണിക്കരൻ എന്ന ഈ ഒരു സ്ഥലത്തെ ലോകാത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാക്കി മാറ്റുന്നുണ്ട്.